ഇനി നമ്മൾ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവേശകരമാകുന്ന ഒന്നാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം. അഡലൈഡ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ കുതിപ്പ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 180 റൺസിന് പുറത്താക്കിയ ശേഷം ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ഉള്ളത്. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ലക്ഷ്യം ഇട്ടാണ് ഓസ്ട്രേലിയ ഇന്ന് ഇറങ്ങുന്നത്. MS ഹരികൃഷ്ണൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഹരികൃഷ്ണൻ, പെർത്തിലെ തിരിച്ചടിക്ക് മറുപടി എന്ന നിലയിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നല്ലോ നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. ഇന്നിപ്പോൾ മത്സരം പുനരാരംഭിക്കുമ്പോൾ പിച്ചിന്റെ സ്വഭാവത്തിൽ കാര്യമായ ഒരു മാറ്റം ഉണ്ടാകുമോ? ഏതാണ്ടൊരു പതറിയ ഇന്ത്യ, അതിൽ നിന്നൊരു മാറ്റം ഇന്ന് പ്രതീക്ഷിക്കാമോ ഹരി? തീർച്ചയായും അഭിലാഷ്, പെർത്തിലെ ടെസ്റ്റിലെ മത്സരം നമ്മൾ കണ്ടതാണ്. ഓസ്ട്രേലിയൻ മണ്ണിൽ ഓസ്ട്രേലിയ നാണം കെടുന്ന ഒരു കാഴ്ച. എന്നാൽ ഓസ്ട്രേലിയൻ കോച്ചും ക്യാപ്റ്റനും ഓസ്ട്രേലിയൻ ഹെഡ് കോച്ചായ ആൻഡ്രൂ മക്ഡൊണാൾഡ് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടാം ടെസ്റ്റിലേക്ക് അഡ്ലൈഡിൽ ഞങ്ങൾ പോകുമ്പോൾ പോലും ടീമിൽ മാറ്റം ഉണ്ടാകില്ല എന്നുള്ളത്. അത്രമാത്രം ടീമിൽ ആത്മവിശ്വാസം കോച്ച് കൽപ്പിക്കുകയാണ്. അത് തന്നെയാണ് അഡ്ലൈഡിലെ ആദ്യ ദിവസം ഓസ്ട്രേലിയൻ താരങ്ങളിൽ നിന്നും നമ്മൾ കാണുകയും ചെയ്തത്. 180 റൺസിൽ എന്ന ശരാശരിയിലും താഴെയായ ടോട്ടലിലേക്ക് ഇന്ത്യ ഒതുക്കപ്പെടുകയായിരുന്നു ഓസ്ട്രേലിയൻ ബോളർമാർ. അതിൽ മിച്ചൽ സ്റ്റാർക്ക് ജയ്സ്വാളിന്റെ ആദ്യ പന്തിൽ തന്നെ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ 6 വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്ക് സ്വന്തമാക്കുകയും ചെയ്തു. തുടർന്ന് ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിൽ ഇറങ്ങിയ ഓസ്ട്രേലിയ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 86 റൺസ് എന്ന ലീഡിലാണ്. വളരെ വലിയൊരു കംഫർട്ടബിൾ പൊസിഷനിലാണ് ഓസ്ട്രേലിയ നിൽക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇന്ത്യക്ക് തിരിച്ചു വരണമെങ്കിൽ ഈ രണ്ടാം ദിനം അതീവ നിർണായകമാണ്. അതിൽ എങ്ങനെയാണോ ആദ്യ സെഷൻ തുടങ്ങുക അങ്ങനെ സംബന്ധിച്ചിരിക്കും പ്രധാനമായും ടെസ്റ്റിലെ ഗതി തന്നെ മാറാനൊരു സാഹചര്യമുള്ളത്. 95 റൺസിനാണ് ഓസ്ട്രേലിയ ട്രയൽ ചെയ്യുന്നത്. ലീഡ് സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം. ഓസ്ട്രേലിയയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഒരു കൂറ്റൻ ലീഡ്, പ്രത്യേകിച്ച് 250-300 റൺസിന്റെ ലീഡെങ്കിലും ഇന്നത്തെ ദിവസത്തിൽ സ്വന്തമാക്കിയാൽ ഓസ്ട്രേലിയക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യം പോലും വരുന്നില്ല. അതേസമയം ഇന്ത്യയെ വലയിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താരങ്ങളുടെ ഒരു ഫോം ഇല്ലായ്മ തന്നെയാണ്. രോഹിത് ശർമ്മ ആദ്യ ടെസ്റ്റിൽ മത്സരിച്ചില്ല. രണ്ടാം ടെസ്റ്റിൽ തിരിച്ചു വന്നതിന് ശേഷം വെറും 3 റൺസിന് രോഹിത് ശർമ്മ പുറത്താകുന്നു. വിരാട് കോഹ്ലി 8 റൺസിന് പുറത്താകുന്നു. അങ്ങനെ ബാറ്റിംഗ് നിരയിൽ ഇന്ത്യക്ക് കൂട്ടു നിൽക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യമായി മാറുന്നത്. നിതീഷ് കുമാർ റെഡ്ഡിയും ഋഷഭ് പന്തുമാണ് കുറച്ചെങ്കിലും ഒരു ഭേദപ്പെട്ട നിലയിലേക്ക് ഇന്ത്യ എത്തിക്കാൻ സഹായിച്ചത്. പക്ഷേ അല്ലാത്ത പക്ഷം ഇന്ത്യൻ താരങ്ങൾ ഒട്ടാകെ തന്നെ ആദ്യ ടെസ്റ്റിൽ എങ്ങനെയാണോ സംഭവിച്ചത്, ആദ്യ ടെസ്റ്റിൽ നിർണായകമായ ഇന്നിംഗ്സ് കോഹ്ലി നടത്തിയെങ്കിൽ പോലും, കോഹ്ലിയും ജയ്സ്വാളും ചേർന്ന് നടത്തി. ഹരി, ഈ താരങ്ങൾക്കൊരു സമ്മർദ്ദമുണ്ടോ? പ്രത്യേകിച്ച് പെർത്തിൽ കണ്ടതല്ല, ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ ഈ സിറാജിന്റെ ഒരു പെരുമാറ്റം, ലിബുഷൈനെ പന്തുകൊണ്ട് എറിഞ്ഞ ഒന്ന് അദ്ദേഹത്തിന്റെ ദേഹത്ത് അത് പതിച്ചില്ല എങ്കിൽ പോലും ക്രിക്കറ്റിലൊക്കെ മോശമായ ഒന്നാണ്. ഇന്ത്യൻ താരങ്ങൾ അധികമൊന്നും ഇത്തരത്തിൽ പ്രകോപിതരാകാറില്ല. മാത്രവുമല്ല ബാറ്ററുടെ ഭാഗത്തൊന്നും ഉണ്ടായ പാളിച്ചയല്ല എന്നത് ദൃശ്യങ്ങളിൽ പ്രകടമായിരുന്നു. അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ നഷ്ടമാകുന്ന തരത്തിൽ ഗാലറിയിൽ നിന്നുള്ള ദൃശ്യമുണ്ടായിരുന്നു. ഫ്രസ്ട്രേറ്റഡ് ആണ് ഇന്ത്യൻ താരങ്ങളെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം കളിയുടെ ഗതി അങ്ങനെയാണ്. ലാബുഷാനെയും മക്സ്വിനിയും കൂടി ഒരു മികച്ച പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതെങ്ങനെയെങ്കിലും ബ്രേക്ക് ത്രൂ ചെയ്യുക എന്നുള്ള ഇന്ത്യൻ ബൗളർമാർ, പ്രത്യേകിച്ച് സിറാജിന്റെയും ബുംറയുടെയും കഷ്ടപ്പാട് തന്നെയാണ് നമ്മൾ അഡ്ലൈഡിൽ കണ്ടത്. അപ്പോൾ അതിന്റെ ഒരു ഫലമായി സിറാജിന്റെ ഒരു പ്രകൃതിയായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുള്ളൂ. മാത്രമല്ല ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് നടക്കാറുള്ളത്. ആ സീരീസ് പ്രത്യേകിച്ച് അത്രമേൽ ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നതാണ് ലോകമെമ്പാടും. അപ്പോൾ അതിനെ സംബന്ധിച്ച് എരിയും പുളിയും ഒക്കെ എപ്പോഴും നടക്കാറുള്ളൂ. പക്ഷേ സിറാജിന്റെ ഇന്നലത്തെ പെരുമാറ്റം എല്ലാം കൊണ്ടും ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിരാശകരമായ കാര്യം തന്നെയായിരുന്നു. എന്തായാലും അത് വലിയ വിമർശനവും വിളിച്ചു വരുത്തുന്നുണ്ട്. പൊതുവെ